ഹായ് ഡിയേഴ്സ്, എൽ ബി എസിൻ്റെ കറക്ഷനിലേക്കൊരു ടൈമാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 3-ാം തീയതി വരെ അതിനുള്ള സമയമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നില വിദ്യാർത്ഥികൾ നില സംശയങ്ങൾ നമ്മുടെ വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടും പിന്നെ കമൻറ്റ് വഴിയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ കുറച്ച് പ്രയാസമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഇട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടിയാണ്. ഞാൻ പറയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്ത് ചോദിക്കൂ. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയമുണ്ട്, NTR കറക്റ്റ് എന്നാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കറക്ഷൻ റെക്കോർഡ് എന്ന് കൊടുക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കറക്റ്റാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ NTR കറക്റ്റ് എന്ന് കൊടുക്കാം. പിന്നെ നിങ്ങൾ എന്തെങ്കിലും റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തിട്ടാണ് റെക്കോർഡിങ് കറക്റ്റ് കൊടുത്തിട്ട് കൺഫേം ചെയ്യേണ്ട. ഓക്കെ, പിന്നെ അടുത്ത് ചോദിക്കുന്ന വിദ്യാർത്ഥികളാണ്, നമ്മുടെ LBS റിമാർക്ക് നോക്കുമ്പോൾ നെൽ എന്നാണ് കിടക്കുന്നത്. പിന്നെ എനിക്ക് എൻ്റെ നെയിം അല്ലെങ്കിൽ കാറ്റഗറി സംവരണം എന്നീ സാധനങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ട്, അത് നിങ്ങളുടെ ഇതിൽ നോക്കിയപ്പോൾ കണ്ടു. അപ്പോൾ LBS നോക്കിയപ്പോൾ അത് റിമാർക്കിന് നൽകിയിട്ടുമില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, റിമാർക്ക് ഇഫ് എനി പറഞ്ഞിട്ട് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ടൈപ്പ് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നൊരു സംശയമാണ് റീവാലുവേഷൻ ആൻഡ് ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക്. ഓക്കെ, റീവാലുവേഷൻ്റെ ആയാലും ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക് ആയാലും എഴുതിയ വിദ്യാർത്ഥികൾക്ക് മാർക്ക് കൊടുക്കണമെങ്കിൽ സ്കൂളിൽ നിന്ന് ലഭിച്ച ഒരു പുതിയ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. അത് നമുക്ക് മാർക്ക് ഇപ്പോൾ ലഭിച്ചിട്ടില്ല. റീവാലുവേഷൻ ആൻഡ് ഇമ്പ്രൂവ്മെൻ്റ് ഒരു റിസൾട്ട് ചെക്ക് ചെയ്തൊരു ഡോക്യുമെൻ്റ് ഉണ്ടാവുള്ളൂ, അതൊന്ന് അറ്റാച്ച് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പറോ ഇമെയിലോ മറ്റ് ID എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ LBSന് നേരിട്ട് അപേക്ഷ നൽകുന്നതാണ്. ഇമെയിൽ വഴി നിങ്ങൾക്ക് നൽകാം. അതിനാണ് ചെയ്യേണ്ടത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 3-ാം തീയതി വൈകുന്നേരം വരെയാണ്. പിന്നെ ചെയ്യുമ്പോൾ ഒന്നുകൂടി നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് അവസാനം കൺഫേം കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ അക്ഷയക്കാർ ചെയ്യുകയാണെങ്കിലും നിങ്ങളൊന്നുകൂടി ഒന്ന് നോക്കുക അതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ റിസർവേഷൻ നൽകുമ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് മാറ്റമൊന്നും പറയേണ്ട. ഇപ്പോൾ മൈനോറിറ്റി കോട്ടയുടെ കാര്യമാണെങ്കിലും അങ്ങനെ ചില മിസ്റ്റേക്ക് ചില വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങളുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോക്കി ചെയ്യേണ്ടതാണ്. ഓക്കെ, പിന്നെ സ്ക്രീനിൽ കാണിച്ച ഡോക്യുമെൻ്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക നിങ്ങൾ. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും തെറ്റായ രേഖകൾ നൽകി കഴിഞ്ഞാൽ അവർക്കത് അഡ്മിഷൻസ് ക്യാൻസൽ ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഉണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ പ്രോസസ്സ് അടുത്ത് വരുന്നതെന്ന് പറയുമ്പോൾ ഒന്ന് ഫൈനൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് വരും. അതിനുശേഷമാണ് ട്രയൽ അലമന അങ്ങനെയൊക്കെ വരുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ തെറ്റ് വരുത്താനുള്ള കാര്യം നെഗറ്റീവ് എടുത്തിരിക്കാൻ സാധിക്കാത്തത് കൊണ്ടും പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കാം. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. കമൻറ്റ് വഴിയോ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ SC/ST വിഭാഗത്തിൻ്റെ കാലാവധി ലിസ്റ്റ് നോക്കി വെച്ചിരിക്കാം. പിന്നെ നിരസിക്കപ്പെട്ടുള്ള കാരണം ക്ലെയിമാണ്, അത് മൈനോറിറ്റി ക്ലെയിം, പിന്നെ കമ്മ്യൂണിക്കൽ റിസർവേഷൻ. ഓക്കെ, ആ കാര്യങ്ങൾ നോക്കുക. SC/ST വിഭാഗത്തിനും പിന്നെ OEC വരുന്നവർക്ക് നോൺ ക്രീമിയറിൻ്റെ ബന്ധപ്പെട്ടൊരു ഡീറ്റെയിൽ ആണെന്ന് വായിച്ചു നോക്കുക. പിന്നെ EWS നിരസിക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. 1 ഇയർ ഒരു ഫിനാൻഷ്യൽ വരുമ്പോൾ 1 ഇയറാണ് അതിൻ്റെ കാലാവധി വരുന്നത്. അതില്ലാത്ത ആകുമ്പോഴും നിരസിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോയതാണ്. നമ്മൾ വീട്ടിൽ ലെങ്ത് ആവേണ്ട വെച്ചിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.